വായനയും അറിഞ്ഞുകൂടാത്ത ഒരു ചെറുപ്പക്കാരൻ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ വളരെ അപൂർവതയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാളെ ദൈവം തന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, എന്നിട്ടോ തൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അതിശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ പ്രവർത്തികളും നമ്മുടെ ദൃഷ്ടിയിൽ വളരെ വിസ്മയകരമാണ്. ആൻ്റണി മുക്കാട് എന്ന സഹോദരനിലൂടെ ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ, ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശരിക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ തീ പിടിച്ച് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ അങ്ങനെ 10-14 വർഷം അങ്ങോട്ട് ഓടി, അല്ലേ? അതിനുശേഷമാണല്ലോ കുടുംബജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത്. ആ സമയത്ത് വളരെ പ്രതികൂലങ്ങളാണ് മുൻപിലുള്ളതെല്ലാം. സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, വീടില്ല, കുടിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുമെന്നുള്ള ആ ചിന്ത ബ്രദറിനെ ഒത്തിരി അലട്ടിയിരുന്നു, അല്ലേ? ഒരുപാട് അലട്ടിയിരുന്നു. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റിയത്? എനിക്ക് ഈ 33 വയസ്സുള്ള ഈശോനെ ഭയങ്കര സ്നേഹമാണ്, ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഈശോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പനും സ്നേഹിതനും കൂടെ ആയിരുന്നു. എന്ത് ചോദിച്ചാലും തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്ന് മുതലേ കിട്ടിയതെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ 40-ാമത്തെ വയസ്സെത്തിയപ്പോൾ ഈ ഒറ്റപ്പെടലും ശൂന്യതയും എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അപ്പോൾ ഈശോ എടുത്ത ഒരു 3 കാര്യം പറഞ്ഞു. ഈശോ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 3 ഡിമാൻഡ് ഞാൻ അങ്ങയോട് പറയുകയാണ്. 1, എന്നേക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി ഈ ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. കാരണം ഈശോയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് എന്നെ സ്നേഹിക്കാൻ പറയണ്ട എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈശോയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും, നമ്മുടെ കുറവുകളോട് തന്നെ. കുറവിടണം. 2, എൻ്റെ ഈ രോഗം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. 3, 35-നും 38-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടി. കാരണം എനിക്ക് 40 ഉണ്ട്. അപ്പോൾ ചെറിയൊരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ഒന്നാമത് ഞാൻ മരണ ചിന്തകളും എൻ്റെ ഉള്ളിലുണ്ട്. പല രാത്രികളിലും ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ മരിക്കാം എന്നൊരു തോന്നലും ആ സമയങ്ങളിൽ എന്നെ വല്ലാതെ അലട്ടി. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു രോഗാവസ്ഥയായിരുന്നല്ലോ, ലിവറിനെ ബാധിച്ചു. എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെത്തി. അപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് ഈശോയെ, അങ്ങേക്കറിയാമല്ലോ. എന്നിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളെ കണ്ടുമുട്ടി. അത് കണ്ടുമുട്ടിയത് ഭയങ്കരമായ ഒരു അതാണ് നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെ അടുത്ത് എൻ്റെ എല്ലാ വേദനയും പറഞ്ഞു. ഡാനിയൽ അച്ഛൻ്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു, ഒരു 6-7 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാവരോടും പറഞ്ഞു. അതുവരെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നായിരുന്നു എല്ലാവരോടും പറഞ്ഞിരുന്നത്. അപ്പം ഉടനെ എല്ലാവർക്കും സന്തോഷമായി, പലരും ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 3-ാം തീയതി ഞാനൊരു പെൺകൊച്ചിനെ കണ്ടു, കൊല്ലത്തുള്ള പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമായില്ല. അപ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതി ഞാൻ എറണാകുളത്തുള്ളൊരു പാട്ടുകാരനുമായിട്ട് ഒരു സ്കൂളിൽ 5 ദിവസത്തെ ധ്യാനം ചെയ്യുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ഇടവകയിൽ ഒരു 38 വയസ്സ് വരുന്നൊരു പെൺകുട്ടിയുണ്ട്, ജീസസ് യൂത്താണ്, അദ്ദേഹം കല്യാണം കഴിക്കുമെന്ന് അറിയത്തില്ല, അദ്ദേഹം ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു പെൺകുട്ടിയാണ്, 100% വിശ്വസിക്കാം. എനിക്ക് അടയാളം 2 അടയാളമായി. 1, 35-നും 38-നും ഇടയ്ക്ക് പ്രായത്തിൽ പെൺകുട്ടിക്ക് 38 വയസ്സും, 2 എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു പെൺകുട്ടിയാണെന്ന്. അപ്പം തന്നെ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. പെൺകുട്ടിയുടെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചു. പെൺകുട്ടിയുടെ കൂട്ടുകാരി പെണ്ണിൻ്റെ അടുത്ത് ഈ ഫോൺ നമ്പർ കൈമാറി. അപ്പം എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഓക്കെ അടിച്ചു, വന്ന് കണ്ടോളാൻ പറഞ്ഞു. പെണ്ണിൻ്റെ വീട് എറണാകുളം ടൗണിലാണ്, മരടെന്ന് പറഞ്ഞ സ്ഥലത്ത്. ചില പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാൻ വരുന്നേ ഉള്ളൂ. ആ പേരിൽ എൻ്റെ പേര് ആൻ്റണി എന്ന് കേട്ടപ്പോൾ പെൺകുട്ടി പറഞ്ഞു വന്ന് കണ്ടോളാൻ പറഞ്ഞു. പെൺകുട്ടിയും കല്യാണം വേണ്ട എന്ന് 38 വർഷം വരെ തീരുമാനം എടുത്തൊരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിക്കും വിവാഹാലോചന ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശുശ്രൂഷകരുടെ ധ്യാനം കൂടാൻ സെഗിയോനിൽ പോയി. അവിടെ ഈശോയെ, എനിക്ക് കല്യാണം വേണ്ട, പക്ഷേ ഞാൻ കല്യാണം കഴിക്കാം, എന്നേക്കാളധികം ഈശോയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ഞാൻ കൊല്ലത്ത് അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്,
എന്നേക്കാൾ അധികം ഈശോയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. പെൺകുട്ടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകരുടെ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നേക്കാൾ എൻ്റെ വീട് അവിടെയാണല്ലോ. വീട് ആ ദ്വീപിൻ്റെ നടുക്കാണല്ലോ, തുരുത്ത് എന്ന് പറയും. പെൺകുട്ടി അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാറായുടെയും തോബിത്തിൻ്റെയും പ്രാർത്ഥന, ഇരുവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്നു. അവർ കണ്ടുമുട്ടാൻ ഇടയാകും എന്നുള്ളൊരു വചനഭാഗം ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും ജീവിതം അതൊക്കെയായിട്ട് വരുന്ന ഇതിലാണ്. എൻ്റെ ഉള്ളിലെ നെടുവീർപ്പുകളും പെണ്ണിൻ്റെ നിലവിളിയും അവിടെ എത്തുകയാണ്. അപ്പം പെണ്ണിന് അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി കിടക്കുമ്പം സ്വപ്നത്തിൽ എഴുതി കാണിച്ചു കൊടുക്കുന്നു, നീ കല്യാണം കഴിക്കണം, നിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന വ്യക്തിയുടെ പേര് ആൻ്റണി എന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കല്യാണത്തിന് ഒരുങ്ങണം, അവൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ ഒരു സുവിശേഷ പ്രഘോഷകനാണ്. ഈശോ വ്യക്തമായി പെൺകുട്ടിക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടി ധ്യാനം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് എൻ്റെ ഫോൺ ചെല്ലുന്നത്. അപ്പോഴാണോ പേര് നമുക്കിനി ഉറപ്പിക്കാം. അപ്പം ഞാൻ ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞങ്ങൾ കൊല്ലത്തുനിന്ന് 4 പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് വന്നു. ഈ പാട്ടുകാരൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി പെണ്ണിനെ കാണാൻ വീട്ടിൽ ചെല്ലുകയാണ്. പെണ്ണ് എന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ഓക്കെ അടിച്ചു. അതൊക്കെ വളരെ അപൂർവതയാണ് ഈ കാലഘട്ടത്തിൽ. പ്രാർത്ഥിക്കുന്ന 3-4 പേര് കൂടി പെണ്ണ് കാണാൻ പോകുന്നു. ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആ പാട്ടാൻ്റെ വീട്ടിൽ പോയി 1/2 മണിക്കൂർ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി. കാരണം ദൈവഗതമാണെങ്കിൽ ഇത് നടക്കാതെ പോകരുത്. അത് കഴിഞ്ഞാണ് എറണാകുളം മരടിലാണ് ഈ പാട്ടുകാരൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് ഒരുങ്ങിയിട്ടാണ് പെണ്ണ് കാണൽ ചടങ്ങിന് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പെണ്ണിന് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടാൻ വരട്ടെ, 2 കാര്യം ഓക്കെയാ, എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. എൻ്റെ ശരീരത്തിൽ മാരകമായ രോഗമാണ്, മെഡിസിൻ ഇല്ല, ഈ രോഗത്തിന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല, ഒരുപക്ഷെ താങ്കൾ കൂടെ പകരാൻ സാധ്യതയുള്ള രോഗമാണ്, ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡ് റിലേഷൻ വഴി പകരാം. അങ്ങനെ ഞാനിത് പറയുന്നു. എൻ്റെ ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ല. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ഞാൻ 1 മണിക്കൂർ കിടക്കേണ്ടി വരും, അത്ര ക്ഷീണിതനാണ്, താങ്കൾക്ക് കല്യാണം കെട്ടാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. പെണ്ണ് ഒരു കാര്യമേ എന്നോട് പറഞ്ഞോളൂ, ഈശോ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, എൻ്റെ വീട്ടിൽ പറയണ്ട, എന്ത് വന്നാലും ഈശോ എന്നുവെച്ചാൽ ഈശോ സുഖപ്പെടുത്തുമെന്ന് പുള്ളിക്ക് ഉറപ്പ് കൊടുത്തു. നിൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞു ഞാനാണ്. പുള്ളി അത്രയും വർഷങ്ങളോളം, നീണ്ട വർഷങ്ങളോളം ദിവ്യകാരുണ്യം മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ, പുള്ളി 16 വർഷമായിട്ട് കമ്പനിയുടെ ഫുൾ ഇൻചാർജാണ്. എനിക്ക് എൻ്റെ ഈ വിവാഹം നടക്കാൻ പ്രാക്ടിക്കലല്ല. ഒന്ന്, എൻ്റെ വീട് മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഷ്ടമുടി കായലിൻ്റെ നടുക്കാണ്, തുരുത്തിലാണ്. പെണ്ണിൻ്റെ വീട് എറണാകുളം ടൗണിലാണ്. പെണ്ണ് 10-16 വർഷമായിട്ട് ഒരു കമ്പനിയുടെ ഫുൾ ഇൻചാർജാണ്. ഞാനാണെങ്കിൽ 5-ാം ക്ലാസ് വരെ പഠിച്ച് പഠിത്തം നിർത്തിയ ഒരു വ്യക്തിയാണ്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ദേശത്തിൻ്റെ സ്ഥലത്തിലാണെങ്കിലും ഈ വിവാഹം നടക്കാൻ ഒരു സാധ്യതയില്ല. വേറൊരു അൽമായനെ സാധാരണ ഒരു എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള ലേവൽ മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ഒരു ദൈവമകനെയാണ്. ശുശ്രൂഷകൻ എന്ന ഒറ്റ ലേവലിലാണ് ഈ കല്യാണം നടന്നത്. ഈശോയെ വചനം പ്രഘോഷിക്കുന്നു, ഈശോയെ പ്രഘോഷിക്കുന്ന ഒറ്റ കാരണത്തിലാണ് ഈ പെണ്ണ് സമ്മതിച്ചത്. വേറെ ലോകത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല. ജോലിയുടെ കാര്യത്തിലില്ല, കുടുംബ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലില്ല, ദേശത്തിൻ്റെ കാര്യത്തിലില്ല. പിന്നീട് എങ്ങനെയാണ് ഈ രോഗാവസ്ഥയിൽ നിന്ന് ഒരു സൗഖ്യം കിട്ടുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞങ്ങൾ 2 പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ്, പിറ്റേ ദിവസം മുതൽ പരിശുദ്ധ കുർബാന പങ്കെടുക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് രാവിലെ പിറ്റേന്ന് മുതൽ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. ഈ പെൺകുട്ടിക്ക് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ, ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയ്ക്ക് നൽകേണ്ടത് എൻ്റെ ശാരീരിക അസ്വസ്ഥത കൊണ്ട് നൽകാൻ പറ്റുന്നില്ല. എന്നിട്ടും ഈ പെൺകുട്ടി എന്നെ ശുശ്രൂഷിക്കാനേ സമയമുള്ളൂ. എൻ്റെ വേദനിക്കുന്ന ഭാഗങ്ങളിൽ ശരീരത്തിലെല്ലാം ശുശ്രൂഷിക്കുകയാണ്, തടവുന്നു, പിന്നെ എല്ലാ വിധത്തിലും എന്നെ കെയർ ചെയ്യുകയാണ്. അപ്പം ഈ പെൺകുട്ടി അറിയാതെ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഞാൻ പല ദിവസങ്ങളും കരഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്നെ ഒന്ന് സുഖപ്പെടുത്തണേ, എനിക്ക് ഇവളുടെ കൂടെ കുറച്ച് കാലവും കൂടെ ജീവിക്കണം. എൻ്റെ ഈ 40 വർഷത്തിന് ശേഷം, 40 വർഷമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഈശോ കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ കെയർ ചെയ്ത് സ്നേഹിക്കുന്നത് ഈ പെണ്ണ് മാത്രമാണ്. ഈ 40 വർഷത്തിന് ശേഷം മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ഭാര്യയിൽ നിന്നാണ് എനിക്ക് ഈ സ്നേഹവും കരുതലും ശുശ്രൂഷയും കിട്ടുന്നത്. എനിക്ക് ഇവളുടെ കൂടെ കുറേ കാലം ജീവിക്കണമെന്നുള്ള കൊതി വർദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പുള്ളിക്ക് അങ്ങനെ. ജനുവരി 1-ാം തീയതി, നവംബർ 8-ാം തീയതി കല്യാണം കഴിയുന്നു. ജനുവരി 1-ാം തീയതി മുതൽ
ഞാൻ ദേവാലയത്തിൽ പോയി കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, എൻ്റെ രോഗം എൻ്റേതല്ല, ഈശോയുടേതാണ്. എൻ്റെ വേദന എൻ്റേതല്ല, ഈശോയുടേതാണ്. എൻ്റെ ക്ഷീണം എൻ്റേതല്ല, ഈശോയുടേതാണ്. എന്നിട്ട് എല്ലാവരും കുർബാന കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് ഞാനൊരു അല്പസമയം അവിടെ ഇരുന്നിട്ട് ഭാവന കാണാൻ തുടങ്ങും. പരിശുദ്ധ കുർബാന എൻ്റെ ശരീരത്തിൽ മുഴുവൻ അലിഞ്ഞ് ചേരുന്നു. ലിവർ സിറോസിസും ഹെപ്പറ്റൈറ്റിസ് ബിയും വിശുദ്ധീകരിച്ച് അത് പുറത്തേക്ക് വിടുന്നതായിട്ട് പണ്ട് ഞാൻ ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതായിട്ട് ഭാവന കാണാറുണ്ട്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. ഇതുപോലെ ഇന്നും കാണാറുണ്ട്. ഞാനിങ്ങനെ കാണുന്നതൊക്കെ പ്രാക്ടിക്കലാകാറുമുണ്ട്. ഈശോയിൽ കാണുന്നതൊക്കെ ഞാനിങ്ങനെ ഭാവന കാണാൻ തുടങ്ങുന്നു, എനിക്ക് ആരോഗ്യം കിട്ടുന്നതൊക്കെ. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. ജനുവരി 27-ാം തീയതി ആകുമ്പോഴാണ് ഡാനിയൽ അച്ഛനുമായിട്ട് ചന്ദനപ്പള്ളി കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആരാധനയാണ്. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ജനുവരി 27-ാം തീയതിയാണ്. പുള്ളി അപ്പുറത്ത് നല്ല നടുവേദനയുള്ള സമയം മെറ്റലിൻ്റെ പുറത്ത് മുട്ടുകുത്തിയിരിക്കുന്നു, കൈ വിരിച്ച് നിൽക്കുന്നു. ഡാനിയൽ അച്ഛൻ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ പറയും, എൻ്റെ വൈഫ് ഇങ്ങനെ പറയുകയാണ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത്, നീ പറഞ്ഞിട്ടല്ലേ എൻ്റെ ചേട്ടനെ സുഖപ്പെടുത്താവുന്ന, ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ വൈഫിനും അപ്പനില്ല, അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഈശോയെ കണ്ടിട്ടാണ് പറയുന്നത്, എൻ്റെ ബർത്ത്ഡേ എനിക്കൊരു ഗിഫ്റ്റ് വേണം, അത് ആൻ്റണി ചേട്ടൻ്റെ സൗഖ്യമാണ്. വൈഫ് അവിടെ പ്രാർത്ഥിക്കുന്ന അതേ സെക്കൻഡിൽ ഡാനിയൽ അച്ഛൻ വിളിച്ചു പറയുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരു വ്യക്തിയെ ഈശോ സ്പർശിക്കുന്നു. പുള്ളി വാവിട്ട് കരയുന്നു. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പല ശുശ്രൂഷകളിലും പലർക്കും സൗഖ്യം കിട്ടുന്ന മെസ്സേജൊക്കെ ആണെന്നുള്ളൊരു ധാരണയാണ്. ഞങ്ങളന്ന് കിടക്കാൻ പോകുന്ന സമയത്ത് കിടക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ വൈഫ് പറയാണ്, മെസ്സേജ് കേട്ടോ? ഞാൻ പറഞ്ഞു കേട്ടു. അത് ആൻ്റണി ചേട്ടനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ആമേ. കൺവെൻഷൻ തീർന്ന് ഫെബ്രുവരി 1-ാം തീയതി ആയപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ആകുലത വീണ്ടും വർദ്ധിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ ആകുലത വരാറുണ്ട്. ആകുലത വർദ്ധിച്ചിരുന്ന സമയത്ത് ഇതാണ്, എൻ്റെ വൈഫിന് ഈ രോഗം പകർന്ന് കാണുമോ? ദാമ്പത്യ റിലേഷനിലൂടെ എൻ്റെ ഭാര്യയ്ക്ക് ഈ രോഗം പിടിപെട്ടോ എന്നുള്ള എനിക്കൊരു പേടി. എനിക്കോ ഈ രോഗമുണ്ട്, പിന്നെ അവർക്കെന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഞാൻ പറഞ്ഞു നമുക്ക് 2 പേർക്ക് പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി ടെസ്റ്റ് ചെയ്യുന്നു. 8 വർഷം ചെയ്ത ലാബിലാണ്. പുള്ളിയുടെ കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെത് ഞാൻ കൊടുത്തപ്പം ആൻ്റണി ചേട്ടാ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ, ഒന്നുകൂടെ തരാൻ പറഞ്ഞു ബ്ലഡ്. 2ാമത് പുള്ളി ബ്ലഡ് എടുക്കുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി കാണുന്നില്ല. എന്ത് രോഗസൗഖ്യം കിട്ടി, എവിടെന്നെങ്കിലും മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ചു. 8 വർഷത്തിന് ശേഷമാണേ, 9ാമത്തെ വർഷമാണ്. ഞാൻ പറഞ്ഞു സംഭവിച്ചോ? അപ്പോഴാണ് മെസ്സേജ് ഓർത്തത്. അതായത് ആരാധനയുടെ സമയത്ത് കർത്താവ് തൊട്ടു. നമ്മൾ അന്നേരം തിരിച്ചറിഞ്ഞില്ല. ഞാനതിനും പക്ഷെ പുള്ളി തിരിച്ചറിഞ്ഞു, വൈഫ്. പുള്ളി പ്രാർത്ഥിക്കുന്ന അതേ സെക്കൻഡിലാണ്. അപ്പം ആരാധനയുടെ കാര്യം നമുക്ക് ഓർമ്മ. ഞാൻ അവിടെ നിന്ന് ബെൻസറി പോയി, പിന്നെ കിംസിൽ പോയി. കൊല്ലത്ത് ഒരു കിംസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് DDRC എറണാകുളത്ത് പോയി ടെസ്റ്റ് ചെയ്ത് ഈ കൺഫേം ചെയ്യാൻ വേണ്ടി 4 സ്ഥലത്ത് ബ്ലഡ് കൊടുത്തു, പിന്നെ സ്കാൻ ചെയ്യുന്നു. 9 വർഷമായിട്ട് കൊണ്ട് നടന്ന ഹെപ്പറ്റൈറ്റിസ് ബി, ലിവർ സിറോസിസ് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയിലൂടെയാണ് സൗഖ്യപ്പെട്ടത്. ഇപ്പോഴും വൈഫ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എപ്പോഴും ഈ 3 ദിവസം ആഹാരം കഴിച്ചിട്ട് ഈശോയുടെ കൂടിയിരിക്കുന്ന ഒരു സുഖമാണ്. എനിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ചുരുക്കി പറഞ്ഞ ബ്രദറിൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഈ അതിശയകരമായ രോഗസൗഖ്യം കിട്ടിയത്. ഉറപ്പായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാരകമായ രോഗം തൻ്റെ ഭർത്താവിനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിനൊരു പെൺകുട്ടി തയ്യാറാവുക, അവൻ്റെ കൂടെ ജീവിക്കുക, അവന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്ത്രീകൾ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും സഭയ്ക്കുമൊക്കെ ഒരനുഗ്രഹമാണ്. നോക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ ദൈവസന്നിധിയിൽ ആരാധനയുടെ സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ സമയത്താണ് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തിലച്ചനിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. ചെറിയൊരു രോഗമല്ല, മാരകമായ ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഒരു ചികിത്സയും ഇല്ലാതെ തന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ബ്രദറെ, പിന്നീടുള്ള ജീവിതം രോഗസൗഖ്യം കിട്ടി. വീണ്ടും ഈ അനുഭവങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയണമെന്നുള്ള ഒരു വലിയ ദാഹം ഉള്ളിൽ വന്നു.
ഇപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? രണ്ടുപേരും ഞങ്ങൾ കല്യാണം കഴിച്ച് എന്നെ കല്യാണം കഴിക്കുന്നതിന് 1 മാസത്തിന് മുമ്പേ പുള്ളി ഒരു ഞാൻ പറഞ്ഞു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുമ്പം ഞാൻ ജോലി ഉപേക്ഷിച്ച് എൻ്റെ കൂടെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരാളിനെ ആണ് ആഗ്രഹിച്ചതും. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിഴലായി ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ട്. അതായത് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എല്ലാ വിധത്തിലും വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ പുള്ളി എൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരുന്നും നമ്മുടെ ഈ ചാപ്പലിൽ ഇരിക്കുകയാണ് ഇപ്പം ഇത് പറയുമ്പോൾ. ഏതൊരു പുരുഷന്റെയും ജീവിത വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ കരം ചലിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഇത് ബ്രദറിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുക. അക്ഷരാർത്ഥത്തിലും ആന്തരികാർത്ഥത്തിലും എല്ലാം എനിക്കിതിനകത്ത് ഒരു നെഗറ്റീവും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ പവർ ഹൗസ് എന്നൊക്കെ പറയുന്നത് വൈഫിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. പുള്ളിയുടെ പകുതി പോലും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ എവിടെ സ്റ്റേജിൽ നിന്നാലും ഞാൻ ശുശ്രൂഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പ്രേയറിന് കയറിയാൽ തുടങ്ങി ശുശ്രൂഷ തീരുമ്പോഴേ പുള്ളി പ്രേയറിൽ നിന്ന് മാറത്തുള്ളൂ. ഞാൻ വിളിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സഹോദരിയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഇത്ര നന്ദി പറഞ്ഞാൽ ധാരാളം പെൺകുട്ടികൾ ഇനിയും ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതെ ബ്രദറെ, ഈ ശുശ്രൂഷയിൽ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് എന്തെങ്കിലും ഒരു പിന്മാറി പോകണം, ആദ്യ കാലഘട്ടങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിരുന്നല്ലോ, പിന്നീട് എപ്പോഴെങ്കിലും ഒരു പിന്മാറ്റത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നി? എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ശുശ്രൂഷയൊക്കെ നിർത്തിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കാരണം? എന്തായിരുന്നു കാരണം? ഒരുപാട് എനിക്ക് പീഡകൾ, ഈ ഈശോയെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പീഡകൾ വന്നിട്ടുണ്ട്, സഹനങ്ങൾ. ഈശോയുടെ കൂടെ പോയതിന് ശേഷവും ഒത്തിരി സഹനങ്ങൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകൾ, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥകൾ വരെ വന്നിട്ടുണ്ട്. നമ്മളെ ഇല്ലാതാക്കുന്ന വിധത്തിൽ പോലും ഇതൊക്കെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? ഇത്തരം അനുഭവങ്ങളൊക്കെ കർത്താവിനോട് കൂടുതൽ ചേർന്ന് നടക്കാനുള്ള ഒരു സഹായമായി തീരുകയും അല്ലേ? അത് ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു തോന്നൽ വരുമെങ്കിലും നമ്മളുടെ കയ്യിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ കരം എന്നെ താങ്ങുന്ന അദൃശ്യമായ ഒരു കരം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്നെ ഇന്നും മുമ്പോട്ട് പോകാൻ എന്നെ ഉത്തേജിപ്പിക്കുന്നത്. ആ ഒരു സമയത്ത് കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് വല്ലാത്തൊരു പരീക്ഷണം ഉണ്ടായിരുന്നു. എന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ വലിയൊരു പ്രവൃത്തി ഞങ്ങളൊരു കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സ്നേഹിതരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ പ്രതികരിക്കണമെന്നുള്ള ചിന്ത വന്നു. പിന്നെ ക്രിസ്തുവിനെ പ്രതി സഹിക്കണമെന്നുള്ള ചിന്ത വന്നു. ശുശ്രൂഷ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള ചിന്ത വന്നു. ആ ഒരു സാഹചര്യം വന്നപ്പോഴും ഞെരുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഉറ്റം 2-3 പേര് വന്ന് എന്നെ സന്ദർശിച്ചിട്ട് നമുക്കിതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്നൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഒരു വചനം എന്നെ സഹായിച്ചു. ക്രിസ്തുവിൽ മരിച്ചവനാണ് ഞാൻ. ക്രിസ്തുവിൽ മരിച്ചവൻ ഇനി പ്രതികരണശേഷിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ പ്രതികരിക്കത്തില്ല. ക്രിസ്തുവിൽ ഞാൻ മരിച്ചു. പിന്നീടൊരു വചനം എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തിയത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ രീതിയിലുള്ള പ്രതികാര മനോഭാവത്തോടെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ 3 സ്നേഹിതർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞ് അവർ കൂടെ നിൽക്കാം, നമുക്ക് നിയമപരമായിട്ടൊക്കെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനപ്പം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആത്മാവ് തോന്നിച്ചതാണ്, ക്രിസ്തുവിൽ മരിച്ചവന് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? അതിൻ്റെ എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൽഡറാണ്, ആത്മീയ എൽഡറുണ്ട്. പുള്ളിയാണ് ഇതേപോലെ ഘട്ടങ്ങളിലൊക്കെ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. ഞാൻ അന്ന് രാവിലെ വരെയും തിരിച്ച് നിയമപരമായിട്ട് പോകണമെന്നുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ഒരു വെളിച്ചം എനിക്ക് കിട്ടിയത്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനം കൂടെ കിട്ടി. ഈ ക്രൂശിക്കപ്പെട്ട വ്യക്തിക്ക് ജീവനുണ്ട്, പക്ഷേ വേദനയുമുണ്ട്. എന്നാലൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. കയ്യും കാലും അനക്കിയിട്ട് വേണ്ടേ പ്രതികരിക്കാൻ, പക്ഷെ വേദനയുണ്ട് ക്രൂശിക്കപ്പെട്ടത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ദിവസങ്ങളെല്ലാം അടങ്ങാത്ത വേദന ഉണ്ടായിരുന്നു. എൻ്റെ വേദന ഞാനിത് കടന്നു പോകുന്നുകൊണ്ടുള്ള വേദനയായിരുന്നില്ല. എൻ്റെ ഈ പറഞ്ഞ ഭാര്യ, എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യ മാനസിക ഡിപ്രഷൻ വരെയും എന്നെ പ്രതി എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കും അറിയാം ഞാനിതിൽ നിരപരാധിയാണെന്ന് 101%. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു. അപ്പം ഞാൻ അങ്ങ് ശുശ്രൂഷയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒതുങ്ങി നിന്നു. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് സഹായിച്ചത് ആ 2 വചനമാണ്. ഒന്ന്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു. 2, ഞാൻ വേദന വരുമ്പോഴൊക്കെ ഞാൻ ക്രൂശിതനായിരിക്കുന്നു. എനിക്കങ്ങനെ പ്രതികരണശേഷി ഇല്ലാതായി.
അതാണ് എന്നെ അവിടെ സഹായിച്ചത്. അപ്പം അതിന് ഇപ്പം അവരെ ഓർത്ത് ഞാൻ നന്ദി പറയാം. അതെല്ലാം ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറി. കൃപയ്ക്കുമേൽ കൃപയെന്നൊക്കെ പറയാറില്ലേ? ഈ സ്വർണം അവരുടെ ഉള്ളിൽ ഒരു വിദ്വേഷവും ഇല്ല. അവർ സ്നേഹിതരായി മാറി. എൻ്റെ പഴയ ഒരു പാത്രത്തിൽ എനിക്ക് ഒരു പ്രാർത്ഥന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിയവാഴ്ത്തുറത്തുള്ള ബുക്കിനകത്ത് നിന്ന് എനിക്ക് കിട്ടി. അതെന്നെ വല്ലാതെ ഇവരെ സ്നേഹിക്കാൻ പ്രചോദിപ്പിച്ചു. ഈശോ യൂദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈശോയുടെ പീഡാസഹന വേളയിൽ ഈശോ പ്രാർത്ഥിക്കുന്നതാണ്, പിതാവേ, ഞാൻ സ്നേഹിതനെന്ന് വിളിക്കുകയും എന്നാൽ അങ്ങനെ തന്നെയാണ് ആയിരിക്കുന്ന യൂദാസ് ഇത് ചെയ്യാൻ അനുവദിക്കരുതേ എന്ന്. ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് യൂദാസിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ഞാൻ സ്നേഹിതനെന്ന് വിളിച്ചവനും ഞാൻ സ്നേഹിക്കുകയും ചെയ്തവനായ യൂദാസിനെ ഇതങ്ങനെ ചെയ്യിപ്പിക്കരുതേ എന്ന്. എന്നിട്ട് എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക. ഈശോ പറയാണ്, പിതാവ് എൻ്റെ സഹനം വർദ്ധിപ്പിച്ചിട്ട് യൂദാസിൻ്റെ ആത്മാവിനെ എനിക്ക് തരുക. ഇത് യൂദാസിന് വേണ്ടി കരയുന്ന ഒരു ഈശോ. മരിയവാഴ്ത്തുറത്തുള്ള ബുക്കിനകത്ത് 16 ഓളിയും കൂടെ കോടീകരിച്ചുകൊണ്ട് 600 ഒരു ബുക്കുണ്ട്. അതിനകത്ത് 640 പേജിനകത്ത് നമ്പറിലുള്ളതാണ്. ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ആ ദിവസങ്ങളിൽ പതിഞ്ഞു. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരു പായിൽ കിടന്നുറങ്ങുകയും ചെയ്ത ജീസസ് യൂത്തിൽ നിന്നും ഒരു ഗ്രൂപ്പ് മറ്റ് സെറ്റിലേക്ക് പോയി, വേറൊരു ഗ്രൂപ്പിലേക്ക് പോയി, സഭയ്ക്ക് വിരീതമായൊരു ഗ്രൂപ്പിലേക്ക്. അവരെന്നെ തകർക്കാൻ വേണ്ടി ഒരു പോസ്റ്റ്, ചെറിയൊരു ഇട്ടിരുന്ന ഒരു പോസ്റ്റ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പോസ്റ്റ് എടുത്തിട്ട് അവരങ്ങ് ഡിലീറ്റ് ചെയ്ത് എന്നോട് ക്ഷമ ചോദിച്ചു, അവരങ്ങ് മാറി. എന്നിട്ട് ഈ പോസ്റ്റ് ഇവരെടുത്തിട്ട് ഇതിനകത്ത് വളരെ മോശമായ രീതിയിൽ കമൻറ്റുകളിട്ട് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നാൽ അവരെ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവരെ എൻ്റെ സ്നേഹിതരായി, പഴയ സ്നേഹിതരായി തന്നെ ഇപ്പോഴും തുടരുവാനും എന്നെ സഹായിച്ചത് ഈശോയുടെ ഈ പ്രാർത്ഥനയാണ്. ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഈശോ എന്നിലൂടെ ചെയ്തു എന്ന് പറയാം. ഈശോ ഒരുപാട് കാര്യങ്ങൾ തുടക്കം മുതൽ അത് ചെയ്യാൻ പ്രചോദിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലുള്ള ദാരിദ്ര്യമാണ്. അതിന് 2 കാര്യം ഞാൻ പറയാം. മദ്യപാനം നിർത്തിയ സമയത്ത് മദ്യപാനം നിർത്താനും കൂടെ തന്നെ ഈശോ പ്രചോദിപ്പിച്ചത്, ഞാൻ മദ്യപിക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ 3 നേരം മീൻകറിയും കൂട്ടി ഭക്ഷണം കഴിക്കാം. ഞാൻ മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുന്ന കാശുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഫീസ് കൊടുക്കാം. അങ്ങനെയുള്ള ചിന്തകൾ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജീസസ് യൂത്തിൻ്റെ ആരംഭത്തിൽ എൽറോയ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക് ഫാത്തിമ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ. ഞങ്ങൾ ഈവനിങ് വ്യാഴാഴ്ച കൂടാറുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരുടെയും വേദനകളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നൊരു ഗ്രൂപ്പാണ്. അവിടെ വെച്ച് ഒരു ചേട്ടൻ വേദനയോട് പറയുകയാണ്, എൻ്റെ ഭാര്യ 2ാമത് ഗർഭിണിയാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ല, ഞങ്ങൾ ഇന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കണം, ഞങ്ങൾക്ക് ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്കൊരു പലകയടിച്ച പഴയ വീട്ടിൽ ഞങ്ങൾ 2-3 കുടുംബം ഒരുമിച്ചാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച ചേട്ടന്മാർ വരെ ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടുകുടുംബമാണ്, ആരും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, എന്തുകൊണ്ട് നിനക്ക് നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയെ താമസിപ്പിച്ചുകൂടാ? ഇത് ഞാൻ ഒരിക്കലും ആരുടെ പറയാത്തൊരു കേസാണ്. പക്ഷേ ഇത് അനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു പോയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഉള്ള ഒരിടത്തിൽ സ്വീകരിക്കാൻ റെഡിയാണെന്ന് ചോദിച്ചു, വരാൻ റെഡിയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചോദിച്ചു, ഈ വീട്ടിനകത്ത് എന്ത് ഇടവെന്തി? ഞാൻ പറഞ്ഞു, ഈശോ എന്നെ പ്രചോദിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം വെച്ചൊരു വേഗളാക്കി വെച്ചു. പക്ഷെ അവർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ വിളിക്കുന്ന സമയത്ത് ഗർഭിണിയായ ആ സഹോദരിയെയും കൊണ്ട് ചേട്ടൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ആ പലകയെല്ലാം അടച്ച് മുറിയൊക്കെ റെഡിയാക്കി അവരെ കയറ്റി. പിന്നീട് വന്ന മാറ്റങ്ങൾ മനുഷ്യന് വർണ്ണിക്കാൻ കഴിയത്തില്ല. അവർ വന്ന് വീട്ടിൽ 6 മാസം താമസിച്ചു. 6 മാസം ആ ഗർഭിണിയുമായിട്ട് വീട്ടിൽ താമസിച്ചപ്പം ചേട്ടന്മാർക്ക് എല്ലാവർക്കും പിന്നീട് സ്വന്തമായിട്ട് വീടായി, സ്ഥലമായി. അത് തന്നെ ചേട്ടന്മാർ പിന്നെ ചീട്ടുകളി നിർത്താൻ തുടങ്ങി. പിന്നെ അത് കണക്കിന് എല്ലാവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമായി, പരസ്പരം സ്നേഹിക്കാൻ ഭയങ്കരമായ ഒരു പ്രചോദനമായി, കുടുംബ പ്രാർത്ഥനയായി. ഈ ചേട്ടനാണ് എൻ്റെ ഉള്ളിലുള്ള സുവിശേഷ പ്രഘോഷകനെ പുറത്തു കൊണ്ടുവന്നത്. വാസ്തവത്തിൽ അവരിലൂടെ കർത്താവിൻ്റെ ഒരു അത്യത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ കുടുംബത്തിലുണ്ടായി. മാനസാന്തരം ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്നു, വീടില്ലാത്തവർക്ക് വീടുകൾ ഉണ്ടാകുന്നു. പിന്നെ വലിയൊരു അതിശയകരമായ ഒരു കാര്യം. പരസ്പരം എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മുടെ കുടുംബത്തിൽ ഒരാളായി തീർന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള വേറൊരു സഹോദരൻ വീട് വെക്കാനും സ്ഥലം മേടിക്കാനും ഇച്ചിരി പൈസ കൊടുത്തു. അവർക്ക് സ്വന്തമായിട്ടൊരു 4 സെൻറ്റ് സ്ഥലവും ഒരു വീടും ആ ദേശത്തെ തന്നെ വരുന്നു.
അവർക്കും ഒരു വീടായി. നമ്മുടെ കുടുംബത്തിലെല്ലാവരും രക്ഷപ്പെട്ടു. എന്നിൽ ഉള്ളിലുള്ള ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത എന്നെ കൊണ്ട് സുവിശേഷ പ്രഘോഷകൻ ഉള്ളിലുണ്ടു എന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ മനുഷ്യനാണ്. എൻ്റെ ആ ഞെരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എൻ്റെ ആത്മീയ ഉന്നമതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണിത്. ആ വ്യക്തി ഈ കുടുംബവും ഇന്നും അടങ്ങാത്ത ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ. ബ്രദറെ, ഈ ബ്രദറിൻ്റെ ഇത്രയും ഈ അനുഭവങ്ങളൊക്കെ വാസ്തവത്തിൽ ഇത് അനേകർക്ക് വളരെ പ്രചോദനമാകുന്നതാണ്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക സഹോദരങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ, ആൻ്റണി മുക്കാട് ചെയ്ത ഒരു കാര്യം കേട്ടെ. പലകയടിച്ച ഒരു കൊച്ചു വീട്ടിൽ 7-8 അംഗങ്ങളുള്ള ഒരു കുഞ്ഞു വീട്ടിനകത്ത് വീട് നഷ്ടപ്പെട്ടു പോയ, താമസിക്കാൻ ഇടവില്ലാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു കുഞ്ഞിനെയും, ആ കുടുംബത്തെ ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ സാധാരണ ആരും ചെയ്യാത്ത ഒരു കാര്യമാണത്. എന്നാൽ അതിനുള്ള ഒരു മനസ്സ് കാണിച്ചപ്പോൾ ആ കുടുംബത്തിൽ വന്ന മാറ്റങ്ങൾ, അംഗങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുന്നു, കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നു, സാമ്പത്തികമായ പുരോഗതികൾ ഉണ്ടാകുന്നു, വീടില്ലാത്ത അംഗങ്ങൾക്ക് വീടുകളുണ്ടാകുന്നു. ഇത്ര വലിയ കാര്യമാണ് കർത്താവ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള തീ പിടിച്ച വ്യക്തികൾ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വലിയൊരു അനുഗ്രഹമാണ്. ഇതുപോലെയുള്ള അനേക തീ പിടിച്ചവരുടെ കഥകൾ, അനുഭവങ്ങൾ നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ തുടർന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ആൻ്റണി ബ്രദർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനും വിശ്വസ്തതയ്ക്ക് മഹത്വമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ അരികിലേക്ക് വചനമായി, സ്നേഹമായി, സമാധാനമായി അങ്ങ് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഈശോയെ, പ്രത്യേകമായിട്ട് ആരെങ്കിലും വേദനിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് തളർന്നിരിക്കുന്നവരുണ്ടുവെങ്കിൽ ഈ സമയം തന്നെ അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് കർത്താവ് ഭവനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്തും പുറത്തും ജീവിത പങ്കാളി ഇല്ലാത്തതിൻ്റെ വേദനയിൽ കടന്നു പോകുന്ന യുവജനങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈ 2020-21 അവരുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായിട്ട് ഈശോയെ സ്വീകരിക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ തക്ക വിധത്തിൽ ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഹൃദയങ്ങളെയും ആത്മാവിനെയും ഒരുക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, മാലാഹമാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ആമേൻ. ആമേൻ.